അയ്യാ പോലാ ഹോസ്പിറ്റലിൽ പോവാ. പോണോ? ആ ഇന്ന് ഹോസ്പിറ്റലിൽ പോണോ? പോണ്ട. അല്ല ക്ഷീണം കൂടുതലുണ്ട്. ക്ഷീണം കൂടുതൽ വന്നിട്ടുണ്ട്. ഗുളിക കഴിഞ്ഞു. ഗുളികയില്ല. സത്യ നീ പോയി പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്താൽ മതി. അയ്യോ പറഞ്ഞാ പറ്റില്ല. നമ്മൾ കൊണ്ടുപോയിട്ട് കാണിക്കണം, ഡോക്ടർ കാണണോ, എന്നിട്ട് മരുന്ന് കുറിക്കണം, എന്നിട്ട് നമ്മൾ പോയിട്ട് വാങ്ങിക്കും. പോണം. ആ പോണം പോണം പോണം. ആ പോവാ. ആ പോവാ പോവാ. എന്നാ ഈ ഡ്രസ്സ് മാറ്റാ. ഞാൻ മാറ്റിക്കോ. എനിക്കിത് മതി. ഇത് മാറ്റാ. അയ്യ മാറ്റ്. മാറ്റണം. ആ കൊണ്ടുവന്നു ഞാൻ. എണീക്ക് എണീക്ക്. പിടിച്ചിട്ട് കൊടുത്തു. ആ പോകട്ടെ പോകട്ടെ. ആ അതാ പണി. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് മാറ്റാ. ആ മാറ്റാം. അടിയിൽ അടിയില്. ആ ഇതൊക്കെ കുളിക്കുമ്പോൾ കുളിച്ചതല്ലേ. ഇതൊന്നും വേണ്ടിരുന്നില്ല. വേണം വേണം. കല്യാണത്തിന് പോണ പോലെ എപ്പൻ്റെ ഓരോ കാര്യങ്ങൾ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ഒരു വഴിക്ക് പോകുമ്പോ നന്നായിട്ട് പോണം. രണ്ട് കുപ്പായം എടുക്കണം. കുപ്പായ രണ്ടെണ്ണം എടുക്കണം. ഒന്ന് നടക്കും ഒന്ന് നിൽക്കും. എനക്ക് വേണ്ട. വേണം വേണം. എനക്ക് ഇതൊക്കെ അയ്യാവുക്ക് ഒന്നെടുക്കാം. അങ്ങനെ പോയ അങ്ങനെ ഇപ്പൊ അളകാറക്ക് സ്റ്റൈലായി. സ്റ്റൈലോ? നിങ്ങളുടെ സ്റ്റൈലൊക്കെ പോയി. ഇത് സ്റ്റൈല് പോണു. എവിടേക്ക് പോയിട്ടില്ല. സ്റ്റൈലല്ല ഇങ്ങേത്താ പോലാ. കണ്ണാട വാച്ച് വേണ്ടേ? കണ്ണാട വെക്കണ്ടേ? വാച്ച് വെക്കാം. വാച്ച് ഇത് കെട്ട്. കൈ കേടാന്ന് ആരും അറിയണ്ടേ. കഴിഞ്ഞ 10 മിനിറ്റ് കൊണ്ടിരിക്കാം. എന്ത് ഇനി ഇരിക്കണ്ട, നേരെ വൈകും. ആ അവിടെ ഹോസ്പിറ്റലില് ടോക്കൺ 3. ആ വിളിക്കുമ്പോ ആള് വേണം, ഇല്ലെങ്കിൽ അവര് വേറെ ആളെ വിളിക്കും. നമ്മൾ അവിടെ ഇരിക്കും. എന്നാലേ ആ സീതളിനെ വിളിക്ക്. എന്തിന് സീതളിനെ വിളിക്കണേ? ഞാൻ കൊണ്ടുപോവാ. നീ ആരെന്നെ കൊണ്ടുപോകാൻ? അവനല്ല എന്നെ കൊണ്ടുപോകണം. അവനല്ല എന്റെ മൂത്ത മകൻ. അയ്യാ അവരൊന്നും വിളിച്ചാ പാരില്ല. എന്തിനാണ് നീ അവനെ വിളിക്കുക? അവൻ വരണല്ലോ. എന്താ പറ്റില്ലാന്ന്? അവർ തിരക്കുള്ള ആൾക്കാരെ. അതാ ഞാൻ പറയുന്നത്. ഞാൻ ആശുപത്രിയിൽ പോകണമെന്ന് പറയും. വിളിക്കണോ? ഫോണ് അതിന്റെ അടിയിലുണ്ട്. ഇതിന്റെ ഹലോ. എന്തോത്തിയാ? അച്ഛനെ ആശുപത്രി കൊണ്ടുപോകണം. അയ്യോ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കാലോ. തിരുവനന്തപുരത്തേക്ക് പോണ പറഞ്ഞിട്ട് ടിവിയുടെ ശബ്ദം. അത് ഇവിടെ ടൂറിസ്റ്റ് ബസ്സാണേ. ഇതില് ടിവിയും ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ. അത് ശരിയാ. ശരി ഓക്കെ. അച്ഛനിപ്പോ വേറെ അസുഖമൊന്നുമില്ലല്ലോ. ഭക്ഷണം കഴിക്കണല്ലേ? സംസാരിക്കണല്ലേ? ഭക്ഷണം കഴിക്കുന്നുണ്ട്, വർത്താനം പറയണ്ട്, കുഴപ്പമില്ല. അതിനെന്താ കുഴപ്പം? ഈ ക്ഷീണം കൂടുതലുണ്ട്. ഇത് അങ്ങനെ തന്നെയാണ്. ഒരു സൈഡ് തളരുമ്പോ പിന്നെ അതിനിപ്പോ വലിയ ബലമൊന്നും ഉണ്ടാവില്ല. അതിപ്പോ ഒരു സൈഡല്ല, അത് കുഴപ്പമൊന്നുമില്ല. മറ്റേ സൈഡ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു സൈഡ് തളർന്നാലും മറ്റേ സൈഡ് ഉണ്ടല്ലോ പറയാ. അല്ലപ്പോ സത്യന് ഇപ്പൊ അത്ര നിർബന്ധമാണ് ചെന്നാ സത്യം കൊണ്ടായിക്കോ ആശുപത്രിക്ക്. അല്ല ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവും? ഒറ്റക്ക് വേണ്ട. അപ്പൊ വേറെ മകനൊക്കെ ഉണ്ടല്ലോ, അവനെ വിളിക്ക്. അതിനെ വിളിക്ക്. ആ ശരി ശരി. ഞാൻ ഇത്തിരി തിരക്കില്ല, ഞാൻ യാത്രയിലാണ്. എന്നാ ശരി. എന്നാ അവര് തിരുവനന്തപുരത്തേക്ക് പോവാണ്, നമ്മളോട് പോവാൻ. കുന്തം പോകും തിരുവനന്തപുരത്തേക്ക്. ഓരോ പ്രാവശ്യം ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കണ്ടല്ലോ അവനെ പോവാൻ. ഇനി മറ്റവനെ വിളിക്ക്, പ്യാരീനെ. അവനെന്താ പറയണോട്ടെ? വിളിക്കണോ? വിളിക്ക്. നമുക്ക് പോവാ. അവനൊന്ന് വിളിക്കടാ.
ചേട്ടാ എന്തേടി? ഫോൺ അടിക്കുന്നു. ആരാണ്? സത്യശീലനാണ്. ഏ? സത്യശീലനാണ്. ഇവനെന്തിനാ ഇപ്പൊ വിളിക്കണം? എടുക്കണ്ട. നോക്കട്ടെ എന്താന്ന് നോക്കാം. ഹലോ, ആ എന്താ സത്യശീല? അതെ, അച്ഛനെ ആശുപത്രി കൊണ്ടുപോകണം ഇന്ന്. എന്തു പറ്റി? അച്ഛന് ഇന്ന് കാണിക്കണ ദിവസം, പിന്നെ ക്ഷീണം കൂടുതലുണ്ടേ. എടാ എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ഞാനൊരു സ്ഥലത്ത് പോണേണ്, റെയിൽവേ സ്റ്റേഷനിലാണ് നിക്കണത്. അപ്പൊ കൂടെ വരാൻ പറ്റില്ല? ഇല്ലടാ, വരാൻ പറ്റൂലേ. അപ്പൊ ഞങ്ങൾ പോവാ. നീ ഒരു കാര്യം ചെയ്യും, ഒരു 2 കിലോമീറ്ററല്ലേ ആശുപത്രിയിലേക്കുള്ളൂ. അതെ അതെ, 2 കിലോമീറ്റർ, 3-4 കിലോമീറ്റർ. നീ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നീ ഒന്ന് അച്ഛനായിട്ട് പോ. ആ ശരി ശരി. നീ അപ്പാപ്പ വിളിക്കണ്ട, ഞാനിവിടെ ഇല്ല. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പോണേണ്. 1-2 ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ. ഞങ്ങൾ പോവാ. ആ, അവര് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക, വേറെ എവിടേക്കോ പോവാ. നമ്മളോട് പോവാ പറഞ്ഞു. അതങ്ങനെയല്ലേ പറയൂ. ആ, അച്ഛന് സുഖമില്ല, ആശുപത്രി കൊണ്ടുപോകാൻ ചെല്ലാൻ. ഒന്നും വേണ്ടാട്ടോ. ആര് പോണ? ഇത് തന്നെ കൃഷിയാണെന്നേ. അവിടെ നിൽക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു പണി. അനങ്ങി ആശുപത്രി കൊണ്ടുപോകണം. ആ 10 പൈസ ചെലവാക്കും, അതുമില്ല. ആ പറഞ്ഞില്ല, അപ്പളെ വിളിക്കണ്ട പറഞ്ഞു. അതല്ലടാ, നീ സ്വന്തം ഇഷ്ടത്തിന് എന്നെ ഇവിടുന്ന് എങ്ങടേലും കൊണ്ടുപോയിട്ട് എന്തേലും പറ്റി അവര് ചോദിക്കാൻ പറ്റില്ലേ? ഇതിപ്പോ അവര് ചോദിക്കാൻ പറ്റില്ല, അവരോട് സമ്മതം ചോദിച്ചിട്ടല്ലേ? സമ്മതം ചോദിച്ചു നമ്മള് നിരപരാധിയല്ലേ? അതെ, നമുക്ക് പോവാ. പോവാ. അടിക്കാം. അത് കണിട്ട് അടാ പണി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? സത്യശീലനോടത്തെ പണിക്കാരനൊക്കെയാണ്. പക്ഷെ അച്ഛനോടുള്ള സ്നേഹം കാരണം അവസാനം ആ സ്നേഹത്തിന്റെ പുറത്ത് അച്ഛനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കളയും പുള്ളിക്ക്. നിനക്ക് പ്രാന്താണ്. എടിയൻ അവിടെ എടുത്തു കൊടുക്കാൻ എന്താ ഉള്ളത്? ആകെ ഒരു കട്ടിലുണ്ട്, ഒരു ഗ്യാസ് അടുപ്പുണ്ട്. ബാക്കി എല്ലാ സാധനം ഞാനും ചേട്ടനും കൂടി ഇങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നില്ലേ? കട്ടിലിന്റെയും ഗ്യാസ് അടുപ്പിന്റെയും കാര്യമല്ല, ഞാൻ സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അവസാനം എല്ലാം എഴുതി കൊടുക്കും, ഒരു ഒപ്പിന്റെ കാര്യത്തിൽ തീരാവുന്നുള്ളൂ എല്ലാം. നീ അതോർത്ത് പേടിക്കണ്ടേ. അച്ഛൻ എന്ന് പറഞ്ഞ ഒരു 1.5 അച്ഛനാണ്. ഒരൊപ്പം ഇടൂല, ഒരാൾക്കൊന്നും കൊടുക്കേയില്ല. അച്ഛന്റെ കാര്യം എനിക്കറിയാം, ഏട്ടന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞോളൂ. ഇല്ല, അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഒരാളും ഒന്നും കൊണ്ടുപോകില്ല. അച്ഛൻ അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ എനിക്കും ശീതളേട്ടനും തന്നെ ഉള്ളതാണ് കേട്ടാ. നീയേ പ്ലസ് കട്ടൻ ചായ എടുത്ത് അതും കുടിച്ചിട്ട് ഇവിടുന്ന് മുങ്ങണം. എടി, ഞാനിവിടെ ഉള്ളപ്പോ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മളിവിടെ ഉണ്ടായിട്ട് പോയില്ലെന്ന് ഓർക്കൂലേ? എന്നെ കൂടെ കൊണ്ടുപോകും, ഞാൻ എത്ര ദിവസം വീട്ടിൽ കുത്തിയിരിക്കണം. നിന്നെ കണ്ട അപ്പൊ തന്നെ അച്ഛൻ ചാവും. നീ തുറത്തു പിടിച്ച് നീ ചായ എടുത്തു. ആ, അവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ. എന്താ രാവേട്ടാ? ആ തോട്ടിൻകരയിലെ 10 സെന്റ് കൊടുക്കുന്നുണ്ട്. ആണാ? ആ, നമുക്കിപ്പോ സ്ഥലം വേണ? എന്തിനാണ്? ഇപ്പൊ വേണ്ട, ഇപ്പൊ താല്പര്യമില്ല, ഫണ്ടും ഇല്ല കയ്യിലേ. നീക്ക് വാങ്ങാനല്ല, അച്ഛൻ കൊടുക്കുന്നുണ്ട്. അച്ഛൻ വെക്കുന്നുണ്ട്. ആ, ഞങ്ങളുടെ 10 സെന്റ്. ആ, ഇല്ലില്ല, അത് കൊടുക്കണമെന്നില്ല. നീ പറഞ്ഞാ മതിയാ. അച്ഛന് ബുദ്ധിമുട്ടുണ്ട് പൈസക്ക്, അത് അച്ഛൻ കൊടുക്കുന്നു. അച്ഛന് എന്ത് ബുദ്ധിമുട്ട്? അച്ഛന്റെ കാര്യം ഞാനും ഏട്ടനും കൂടിയല്ലേ നോക്കണം. ആ, എന്താ നിങ്ങൾ നോക്കുന്നത്? ആ സത്യശീല അയാളെ കഷ്ടപ്പാട് പറയാൻ പറ്റില്ല. അതെ, കമ്മീഷൻ കിട്ടാൻ വേണ്ടിട്ട് അച്ഛനെ പോയി ഇളക്കി അത് വിൽക്കാൻ നോക്കാം. കമ്മീഷൻ കിട്ടാനൊന്നല്ല, ഇല്ല അത് കൊടുക്കണില്ലാന്ന്. അയാൾക്ക് പൈസക്ക് വേണം, പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അത് വിൽക്കുന്നു പറഞ്ഞു എന്നോട്. അച്ഛൻ എന്തെങ്കിലും പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞോളൂ. രാഘവൻ അതിൽ ഇടപെടാൻ നിൽക്കേണ്ട, ആ സ്ഥലം കൊടുക്കണില്ല. അത് മോഹൻ കച്ചവടാക്കി ഇതെല്ലാം പറഞ്ഞു ഉറപ്പിച്ചു. ഏത് മോഹൻ കച്ചവടമാക്കിയെന്ന്? അതൊന്നും നടക്കൂല രാഘവേട്ട, അതിൽ ഇടപെടണ്ട. എന്തേന്ന്? എന്റെ രാഘവേട്ട സ്ഥലം ഇപ്പൊ ഞങ്ങള് വിൽക്കണില്ല. അച്ഛൻ ഇനി അഥവാ കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനും ഏട്ടനും കൂടി ചെയ്തോളാന്ന്. രാഘവേട്ടൻ അതിൽ ഇടപെടാൻ നിൽക്കണ്ട. പ്യാരി, നിങ്ങൾ മക്കളല്ലേ, നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ വന്നാന്ന്. പിന്നെ ഇതിന്റെ എന്റെ പേരിൽ കയറുന്നു. ഇല്ല, പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല. ആ സ്ഥലം കൊടുക്കണില്ല രാഘവേട്ടൻ. അതനുസരിച്ച് ആരോടും വർത്താനം പറയാൻ വേണ്ട. ആ അച്ഛനോട് ഞാൻ പറഞ്ഞു, നീ ആ ഷർട്ടും എടുത്ത് എന്ത് ചെയ്തു എനക്കൊന്നും ഞങ്ങളുടെ സ്ഥലം വിൽക്കണില്ല. പറഞ്ഞതൊക്കെ നല്ലത്, സന്തോഷം. നമ്മുടെ സ്ഥലം കൊടുക്കണില്ല. കൊടുക്കണ്ട. ആ കമ്മീഷനും കൂട്ടി നടക്കണം ഷർട്ടും തയ്ച്ചിട്ട്. കണ്ണി കണ്ടവരുടെ സ്ഥലം വിൽക്കാൻ. ഷർട്ട് എടുത്തിട്ട് വരാം. നീ ഷർട്ട് എടുത്ത്. ആ ശീതളേട്ടാ, എവിടെ വീട്ടിലുണ്ടാ? ഒരു കാര്യം ഉണ്ടല്ലോ,